സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 166/2023 ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിനു ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ഇതിലെ ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ABC ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഭുവൻ എന്ന് പറയുന്നത് ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ്. ഭുവൻ ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിൾ എർത്തിനു ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? ഭുവൻ ആണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. അപ്പൊ ഭുവൻ പ്രവർത്തനക്ഷമമായത് ഏത് വർഷമാണ്? 2009 മാർച്ചിലാണ് ഇത് വികസിപ്പിച്ചത്. ISRO ആണ്. അടുത്ത ചോദ്യം, മലയാളം ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ. മലയാളം ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ. പേര് ഇവാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്തുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. എയും സിയും ശരിയാണ്. എ ശരിയാണ്, സി ശരിയാണ്. GST എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ് GSTയുടെ പൂർണ്ണരൂപം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി GST നിലവിൽ വന്നത് എന്ന് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. എന്നാണ്? 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് GST നിലവിൽ വന്നത്. ഇനി തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഇവിടെ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. GST നടപ്പിലാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? GST നടപ്പിലാക്കിയത് 101-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എത്രാമത്തെയാണ്? 101-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. പിന്നെ ഇവിടെ GST പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞിരിക്കുന്നു. GST എന്താണ്? പരോക്ഷ നികുതിയാണ്. GST എന്ന് പറയുന്നത് പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒന്നുകൂടിയും പറയാം. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. GST നടപ്പിലാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 101-ാമത്തെ ഭേദഗതിയിലൂടെയാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST എന്നത് പരോക്ഷ നികുതിയാണ്. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പദ്ധതിയുടെ സൂചനകൾ തന്നിരിക്കുന്നു. അത് ഏത് പദ്ധതിയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വമിത്വ പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജനയാണ് പദ്ധതി. അപ്പൊ സ്വർണ ജയന്തി ഷഹാരി റോസ്കർ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്താണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. അതുപോലെ ഇത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ നഗരങ്ങൾ, സ്വയം തൊഴിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഈ 3 പോയിന്റ്സ് ഓർക്കുക. പദ്ധതി ഏതാണ്? സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കായിക മേഖല ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഹോക്കി, PT ഉഷ, മുംബൈ ഇന്ത്യൻസ്, വിശ്വനാഥൻ ആനന്ദ്. റൈറ്റ് സൈഡിൽ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി, ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം, CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. അപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ഹോക്കി. ഹോക്കി എന്താണ്? ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ് ഹോക്കി. ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം ഏതാണ്? ഹോക്കിയാണ്. PT ഉഷ. PT ഉഷ CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് ആർക്കാണ്? PT ഉഷയ്ക്കാണ്. മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മുംബൈ ഇന്ത്യൻസ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. ഒന്നും കൂടി നോക്കാം. ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം ഹോക്കിയാണ്. CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് PT ഉഷ. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മുംബൈ ഇന്ത്യൻസ്. ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി ആര്? വിശ്വനാഥൻ ആനന്ദ്. അടുത്തത് താഴെ പറയുന്നതിലെ തെറ്റായ ജോഡികൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ തെറ്റായ ജോഡികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് വായിക്കാം. നിത്യ ചൈതന്യ യതി കരിഞ്ചന്ത എന്ന് പറഞ്ഞിരിക്കുന്നു. പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ, കുമാരനാശാൻ ദുരവസ്ഥ, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഇതിലെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ തെറ്റാണ്, അതുപോലെ തന്നെ ബിയും തെറ്റാണ്. നിത്യ ചൈതന്യയതി കരിഞ്ചന്ത എന്ന് പറഞ്ഞിരിക്കുന്നു. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. കരിഞ്ചന്ത എന്നത് നാടകമാണ്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇനി പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പന്തി ഭോജനം നടത്തിയത് ആരാണ്? തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം നടത്തിയത്. തൈക്കാട് അയ്യ. കുമാരനാശൻ ദുരവസ്ഥ ശരിയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ ശരിയാണ്. ഇനി നമ്മൾ പറഞ്ഞു പന്തി ഭോജനം തൈക്കാട് അയ്യാണ്. ഇനി പറയുന്നത് ആരൊക്കെയാണ് നടത്തിയെന്ന് പറയുക. സമപന്തി ഭോജനം. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? സമപന്തി ഭോജനം, അതുപോലെ മിശ്ര ഭോജനം, പിന്നെ പ്രീതി ഭോജനം. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം നടത്തിയത്. പ്രീതി ഭോജനം നടത്തിയത് ആരാണ്? പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനം നടത്തിയത്. അപ്പൊ നോക്കാം. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യ, സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ. ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ പരീക്ഷയ്ക്കും ഇത് വരുന്നതാണ്. അങ്ങോട്ടും മാറിപ്പോവരുത്. ഒന്നും കൂടി പറയാം. പന്തി ഭോജനം തൈക്കാട് അയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. അടുത്തത് കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്താണ്? കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം. ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, JC ഡാനിയൽ, റസൂൽ പൂക്കുട്ടി, തോപ്പിൽ ബാസി. റൈറ്റ് സൈഡിൽ ഓസ്കർ നേടിയ ആദ്യ മലയാളി, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, മലയാള സിനിമയുടെ പിതാവ്, ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി. അടൂർ ഗോപാലകൃഷ്ണൻ
ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെ സി ഡാനിയൽ ആണ്. റസൂൽ പൂക്കുട്ടി ഓസ്കർ നേടിയ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. തോപ്പിൽ ബാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. ഒന്നും കൂടി പറയാം. ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ. ഓസ്കർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് തോപ്പിൽ ബാസി. അടുത്ത ചോദ്യം, 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം 2023 മാർച്ച് 30 പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണ്? കുമരകമാണ്. കുമരകത്തിലാണ് 2023 G20 ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ സ്ഥലം. 2024 19ാമത്തെ G20 ഉച്ചകോടി എവിടെയായിരുന്നു? ബ്രസീലില് റിയോ ഡി ജനീറോയിൽ ആയിരുന്നു. 2024 19ാമത് G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഇനി 2025 20ാമത്തെ G20 ഉച്ചകോടി എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. 2025 20ാമത്തെ G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനതു സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സിയും ഡിയും ശരിയാണ്. സി ശരിയാണ്, ഡി ശരിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണികൾ ഏതാണ്? സ്മാരകങ്ങളാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇനി കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം എന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. ഇനി സോപാന സംഗീതം എന്താണ്? കേരളത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന കലാരൂപമാണ് സോപാന സംഗീതം. ഇനി വരുന്ന 2 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇനി ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമലയാണ് ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. രണ്ടാമത്തേത് മീശപ്പുലിമലയാണ്. ഈ 2 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. മിസോറമാണ്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് പാക് കടലിടുക്കാണ്. പാക് കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? ഇന്ത്യ, ശ്രീലങ്ക. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ്? റൂർക്കേല ജർമ്മനിയുടെ സഹകരണത്തോടെയാണ് റൂർക്കല. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം
പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം നീലഗിരിയാണ്. നീലഗിരി. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. NH1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. ജാംനഗർ. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 97ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത്: മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശിക്കുക, മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലുകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ്. വി ഹരി നായരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇനി ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ഹീരാലാൽ സമരിയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലേത് വി ഹരി നായർ, ദേശീയം ചോദിച്ചാൽ ഹീരാലാൽ സമരിയ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1.
ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 3 മാസം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പൊതു താൽപര്യ ഹർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്, അംശി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വ്യക്തി ആരാണ്? മലാല യൂസഫ്സായി ആണ്, മലാല യൂസഫ്സായി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റെയ്ച്ചൂർ ആണ്, റെയ്ച്ചൂർ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ്? ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കുരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതി. ഹരിതഗൃഹ കൃഷി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കുര കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? വായിക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇവയെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവ എല്ലാം. സമത്വത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം മൗലികാവകാശമാണ്. അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ ആണ്, വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെയെത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏതിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം മെസോപ്പൊട്ടോമിയ നദികൾക്കിടയിലുള്ള പ്രദേശം എന്നതാണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942 ആണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടാണ്. ഈജിപ്തിന്റെ ജീവരക്തം
ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നൈൽ നദിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തുകയും ചെയ്ത ധീരവനിത ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിയത്. ഏത് വർഷമായിരുന്നു? 1907. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് മാഡം ഭിക്കാജി കാമ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? റിപ്പൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു, പിൻവലിച്ചത് റിപ്പൺ പ്രഭു. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 21A. 21A. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. സേവന നികുതി, വിനോദ നികുതി, വ്യക്തിഗത ആദായ നികുതി, പരസ്യ നികുതി. ഇതിൽ പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, വ്യക്തിഗത ആദായ നികുതി. ഇന്ത്യയുടെ ധാന്യപ്പുര, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം. എവിടെ? ഉത്തരമഹാസമതലം, ഇന്ത്യയുടെ ധാന്യപ്പുര. മിക്കവർക്കും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. ഇന്ത്യയുടെ ധാതു കലവറ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നതാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയയാണ്. ജാരിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാരിയയാണ്. പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകമാണ്. കുമരകം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തിരിക്കുന്നത്? അട്ടപ്പാടിയിൽ ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴയാണ്. കൊടുങ്ങരപ്പള്ളം പുഴ എവിടത്തെ പുഴയാണ്? അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്തരം കാണപ്പെടുന്നത്? പെരികാർഡിയം ഏത് അവയവത്തെ ആവരണം ചെയ്യുന്നു? ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്നു പെരികാർഡിയം. 62 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 63ാമത്തെ ചോദ്യം നോക്കാം. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ ഡെഫിഷ്യൻസിയാണ്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ടാർട്രസിൻ ആണ്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി
കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം. പദ്ധതിയുടെ പേരെന്താണ്? വയോമധുരം പദ്ധതി. അടുത്ത ചോദ്യം, പപ്പായയുടെ ജന്മദേശം. പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? നെൽച്ചെടി. കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തമുണ്ടായത് എന്നാണ്? ഓഖി ദുരന്തമുണ്ടായത് 2017 നവംബർ 29 ചന്ദ്രശങ്കര ഏത് വിളയുടെ ഇനമാണ്? സങ്കര ഇനമാണ്. തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഏതാണ്? പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അലസവാതകങ്ങൾ ഗ്രൂപ്പ് 18 ഗ്രൂപ്പ് 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കുമ്പോൾ എന്ത് വാതകമാണ്? ഓക്സിജൻ. വ്യത്യസ്ത pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? 3 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ചന്ദ്രൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 27 × 1/3 ദിവസമാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. 27 × 1/3 ദിവസം. താഴെ തന്നിരിക്കുന്നതിൽ ദോലനവുമായിട്ട് ബന്ധപ്പെട്ട ചലനം ഏതാണ്? ദോലനം. ഊഞ്ഞാലിന്റെ ചലനം ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഊഞ്ഞാല്. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതയായിട്ട് പരിഗണിക്കാവുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ ഒന്നുമല്ല. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. വേട്ടക്കാരൻ. ഇനി വരുന്ന 20 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഉത്തരം മാത്രം പറയാം. സ്വയം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 83ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 34. 84ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 15ഉം 5ഉം. 85ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ ബി. 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 89 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 91ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 92 ഓപ്ഷൻ എ. 93 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 95 PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 96ാമത്തെ ഉത്തരം വരുന്നത് 96ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ സി ആണ്. 98ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 99 ഓപ്ഷൻ സി. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഉത്തരങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.